ഭൂഖണ്ഡങ്ങളെയും അമ്പരപ്പിന്റെ കൊടുമുടിയിൽ എത്തിച്ച ലോകത്തിലെ തന്നെ ഭീമാകാരനായ ആന. ദി ഗ്രേറ്റ് ജംബോ സർക്കസിന് തുടക്കം കുറിച്ചവനും അതിന് ലോക പ്രശസ്തി നേടിക്കൊടുത്തവനും ഇവനാണ്. എന്തിനു വേറെ പറയുന്നു, ആകാശഭീമനായ ബോയിങ് 747 ജംബോ ജെറ്റ് എന്ന വിമാനത്തിന് ഭീമാകാരത്വത്തെ സൂചിപ്പിക്കുന്ന പേര് ലഭിച്ചതും ഇംഗ്ലീഷ് നിഘണ്ടുവിൽ ഏറ്റവും വലിയ ജന്തുവിനെ സൂചിപ്പിക്കുന്ന ജംബോ എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത് പോലും അവനിൽ നിന്നാണ്. ആ ഗജവീരന്റെ ഭീമാകാരത്വം കണ്ട് അമ്പരക്കാത്തവർ വിരളമാണ്. അതിൽ നമ്മുടെ എലിസബത്ത് രാജ്ഞിയുടെ മക്കളായ ലിയോപോൺസ് രാജകുമാരനും ബിയാട്രീസ് രാജകുമാരിയും പിന്നെ കുട്ടിയായ വിൻസ്റ്റൺ ചർച്ചിലും ഉൾപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലോക പ്രശസ്തനായ ഗജവീരൻ ജംബോയെ കുറിച്ചാണ്. ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ച എല്ലാ ലക്ഷണങ്ങളുമൊത്ത ദി ഗ്രേറ്റ് ജംബോ എലിഫന്റ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം, നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ ജംബോ സർക്കസിന് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യൂ. നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും മിക്കവാറും ഇതിന് പോയിട്ടുണ്ടാവാനാണ് സാധ്യത. എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. സുഡാനിലെ ആനവേട്ടക്കാർ കുപ്രസിദ്ധരാണ്. കൊമ്പിനും തോലിനും മൃഗവ്യാപാരത്തിനുമൊക്കെ വേണ്ടി ആനകളെ അടക്കം വേട്ടയാടി ജീവിച്ചവർ. അങ്ങനെയുള്ള ആ ആനവേട്ടക്കാരിൽ പ്രധാനിയായിരുന്നു താഹിർ ഷരീഫ്. 1862 ഒരു ഡിസംബർ മാസം ഇവർ വേട്ടയാടി കൊലപ്പെടുത്തിയ ഒരു തള്ളയാനയുടെ കൂടെ 2 കുട്ടികളെ അവരുടെ സംഘം ജീവനോടെ പിടിച്ചു. അങ്ങനെ പിടിച്ച മെലിഞ്ഞു ശോഷിച്ച ആനക്കുട്ടിയിൽ ഒന്നായിരുന്നു 3 ഭൂഖണ്ഡത്തിന്റെയും കണ്ണിലുണ്ണിയായി മാറിയ ജംബോ. അക്കാലത്ത് യൂറോപ്പിൽ മൃഗങ്ങളുടെ സ്വകാര്യ ശേഖരങ്ങളും മറ്റും നിയമവിധേയമാണ്. ആഡംബരത്തിന്റെ മറ്റൊരു കാഴ്ച, മൃഗങ്ങളെ വ്യാപാര ചന്തകൾ അങ്ങനെ നാടൊട്ടുക്ക് ഉണർന്നിരുന്നു. കാസനോവ എന്ന മൃഗവ്യാപാരി ജംബോയെ ഷെരീഫിൽ നിന്ന് വില കൊടുത്തു വാങ്ങി. മറ്റെവിടെയെങ്കിലും വിൽക്കാനായിരുന്നു അയാളുടെ പദ്ധതി. 19ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ 2 പ്രധാന മൃഗശാലകളായിരുന്നു ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലെ ജർഡിൻ മൃഗശാലയും ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടനിലെ റീജൻസ് മൃഗശാലയും. ഇരുകൂട്ടരും പുതിയ മൃഗങ്ങളെ വാങ്ങിക്കൂട്ടുന്നതിൽ മത്സരിച്ചിരുന്നു എന്നത് മറ്റൊരു രസകരമായ കാര്യം. 2 രാജ്യങ്ങളുടെയും അഭിമാന പ്രശ്നം പോലുമായിരുന്നു ഈ ശേഖരങ്ങൾ. ഏഷ്യൻ ആനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ആഫ്രിക്കൻ ആനയുടെ അഭാവം 2 ഇടങ്ങളിലും ഉണ്ടായിരുന്നു. അങ്ങനെ തീവ്ര ശ്രമങ്ങൾക്കൊടുവിൽ പാരീസ് മൃഗശാല അധികൃതർ ജംബോയെ വ്യാപാരിയിൽ നിന്ന് വാങ്ങിയെടുത്തു. തള്ളയാനയിൽ നിന്നും ചെറുപ്രായത്തിലെ വേർപെട്ടുപോയ ജംബോയ്ക്ക് പോഷകാഹാരത്തിന്റെ കുറവ് നന്നേ അനുഭവപ്പെട്ടിരുന്നു. അധികൃതർ നൽകിയിരുന്നതാണെങ്കിലോ ആട്ടിൻപാൽ മാത്രമായിരുന്നു. അതിനായി 100ഓളം ആടുകളെ അന്ന് വളർത്തിയിരുന്നു. മെലിഞ്ഞുണങ്ങിയ അവൻ ക്രമേണ കൂട്ടിലടയ്ക്കപ്പെട്ട പ്രദർശന വസ്തുവായി മാറി. മൃഗങ്ങളെ വാങ്ങിക്കൂട്ടാൻ മാത്രം മത്സരിച്ചിരുന്ന അവർ പരിപാലനത്തിന് വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ല. തന്നെയുമല്ല, പുതിയ അതിഥികൾ തുടരെ വന്നപ്പോൾ അവൻ ശരിക്കും അവഗണിക്കപ്പെട്ടു. ഒടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തി, ആനയെ വിറ്റുകളയുക. ആ വാർത്ത അറിഞ്ഞ ലണ്ടനിലെ റീജന്റ് അധികൃതർ രംഗത്തെത്തി. പക്ഷെ അതോടെ ജർഡിൻ ഡിമാൻഡ് കൂട്ടി. എങ്കിലും ഏത് വിധേനയും അതിനെ നേടിയെടുക്കാൻ വേണ്ടി ലണ്ടൻ തീരുമാനിച്ചു. അങ്ങനെ വില പോലും നോക്കാതെ അവനെ അവർ വാങ്ങി. അതോടെ അവൻ കടൽ കടന്ന് ലണ്ടനിലേക്ക് എത്തി. അവിടെ വെച്ചായിരുന്നു ജംബോ എന്ന് അവന് പേര് കിട്ടുന്നത്. ജംബോയെ വാങ്ങുമ്പോൾ അവന്റെ സ്ഥിതി വളരെ മോശമായിരുന്നു. അത്യാവശ്യം ചികിത്സ നൽകി അവനെ ഒന്ന് മിടുക്കനാക്കാൻ അവിടെയുള്ള ആനകളുടെ പരിചാരകനായ സ്കോട്ടിനെ അവർ ചുമതല ഏൽപ്പിച്ചു. ജംബോയുടെ അവസ്ഥ കണ്ടറിഞ്ഞ സ്കോട്ട് ഒരു നിബന്ധന മാത്രം വെച്ചു, ആനയെ താൻ നോക്കാം, പക്ഷേ അവന്റെ പരിപൂർണ ഉത്തരവാദിത്തം എനിക്ക് നൽകണം. അതായത് ആരും അതിൽ ഇടപെടരുത്. വ്യവസ്ഥ അംഗീകരിച്ചു. അയാൾ ചികിത്സ തുടങ്ങി. ആദ്യമൊക്കെ ഫലപ്രദമായി അവന്റെ ശരീരം പ്രതികരിച്ചുവെങ്കിലും എന്തോ രോഗത്താൽ ജംബോ വലയുന്നുവെന്ന് അയാൾക്ക് മനസ്സിലായി. തുടർന്ന് സ്കോട്ട് പൂർണ്ണ ശ്രദ്ധയ്ക്ക് വേണ്ടി അവന്റെ കൂട്ടിലേക്ക് താമസം മാറി. ഊണും ഉറക്കവുമെല്ലാം അവിടെ തന്നെയായിരുന്നു. അതിശയമെന്ന് പറയട്ടെ, ജംബോ ആരോഗ്യം വീണ്ടെടുക്കാൻ തുടങ്ങി. അയാൾ പ്രതീക്ഷിച്ചതുപോലെ അവൻ ലക്ഷണമൊത്ത കൊമ്പനായി വളർന്നു. അവന്റെ കൂട്ടിന് ആലീസ് എന്ന മറ്റൊരു ആനയെ കൂടി അവിടെ എത്തിച്ചതോടെ ആള് ഹാപ്പിയായി. 1881 അവന്റെ ഉയരം 11 ഫീറ്റ് ആയിരുന്നു. അതിനൊപ്പം തന്നെ 2000 കിലോ ഭാരവും. മാതംഗലീലയിലെ എല്ലാ ലക്ഷണവും ഒത്തുചേർന്ന ആകാര ഭംഗി അന്നത്തെ കാലത്ത് കരയിലെ ഏറ്റവും വലിയ മൃഗമായി അവൻ വിശേഷിക്കപ്പെട്ടു. ജംബോയുടെ ചുമലിലേറി ഒരു സവാരി ആളുകളെ വിസ്മയത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കാൻ മൃഗശാല അധികൃതർ കൂടുതൽ അവസരമൊരുക്കി. കുട്ടികളെ അടക്കം ചുമലിലേറ്റി പൂന്തോട്ടം 15 മിനിറ്റ് ചുറ്റിയടിക്കാൻ ഒരാൾക്ക് ചാർജ് 1 പെനിയായിരുന്നു. പിന്നീട് സാധാരണക്കാർക്കും വേണ്ടി അത് അരപ്പെനിയാക്കി കുറച്ചു. നിർദ്ദേശങ്ങൾ നൽകി അവന്റെ കഴുത്തിൽ കയറി സ്കോട്ടും ഒപ്പമുണ്ടാകും. വർഷങ്ങൾ കഴിഞ്ഞുപോയി. മനുഷ്യനും ഒരു മൃഗവും തമ്മിലുള്ള ഒരു വല്ലാത്ത ആത്മബന്ധം ഇരുവർക്കും തമ്മിൽ ഉടലെടുത്തു. ജംബോ സവാരി ആസ്വദിച്ചവരിൽ എലിസബത്ത് രാജ്ഞിയുടെ മക്കളായ ലിയോപോൺസ് രാജകുമാരനും ബിയാട്രീസ് രാജകുമാരിയും പിന്നെ കുട്ടിയായ വിൻസ്റ്റൺ ചർച്ചിലും ഉൾപ്പെടും. പ്രശസ്തി കടൽ കടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ആന എന്ന വിശേഷണം പത്രങ്ങളിൽ തകൃതിയായി പ്രചരിച്ചു. ഇത് അമേരിക്കയിലെ ഒരു സർക്കസ് മുതലാളി ബാർണം സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു. സമ്പന്നനും കൂർമ്മ ബുദ്ധിക്കാരനുമായ അയാൾ എങ്ങനെയും ജംബോയെ വിലക്കെടുക്കാൻ കരുക്കൾ നീക്കി. പലവട്ടം ചോദിച്ചു നോക്കിയെങ്കിലും ലണ്ടൻ അവനെ വിട്ടുകൊടുക്കാൻ ഒരു ചെറിയ താല്പര്യം പോലും കാണിച്ചില്ല.
നേരായ വഴിയില്ലെങ്കിൽ വളഞ്ഞ വഴി. സുവോളജിക്കൽ സൊസൈറ്റിയിലെ ഒരു ആനശാസ്ത്ര വിദഗ്ധനെ അയാൾ തന്ത്രപൂർവ്വം പാട്ടിലാക്കി. ഏത് നിമിഷവും ഒരു മതപ്പാടിന്റെ ലക്ഷണം ജംബോ കാട്ടുമെന്നും കുട്ടികളുടെ അടക്കം ജീവന് അത് അപകടത്തിലാക്കുമെന്നും കാട്ടി ലണ്ടൻ അധികൃതർക്ക് അയാൾ കത്ത് നൽകി. ഇതൊക്കെ ബാർണത്തിന്റെ അടവാണെന്നും കാട്ടി സ്കോട്ട് വാദിച്ചു നോക്കിയെങ്കിലും അധികൃതർക്ക് വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ ജംബോയെ കൂട്ടിലടയ്ക്കാൻ നിർദ്ദേശം നൽകി. വരുമാനം നിലച്ചപ്പോൾ പതുക്കെ ആനയെ വൻ തുകയ്ക്ക് വാങ്ങാൻ അയാൾ രംഗത്തെത്തി. തന്റെ ജംബോയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് സ്കോട്ട് അപേക്ഷിച്ചെങ്കിലും അവന് വിറ്റ് കളയാനുള്ള കരാറിൽ അവർ ഒപ്പുവെച്ചിരുന്നു. അല്ലെങ്കിലും 2000 പൗണ്ട് എന്ന മോഹവിലയിൽ ആരാണ് വീഴാത്തത്? ആഴ്ചകൾ നീണ്ട തയ്യാറെടുപ്പിൽ ജംബോയെ ന്യൂയോർക്കിലേക്ക് കടത്താൻ 18 അടി നീളവും 8 അടി വീതിയും 12 അടി ഉയരവുമുള്ള ഭീമാകാരമായ പെട്ടി തയ്യാറായി. തുടർന്ന് ഒരു പുലർച്ചെ അവനെ കടത്താൻ ബാർണം ഉൾപ്പെടെ അധികൃതർ എത്തിച്ചേർന്നു. വൻ ജനാവലി അതിന് സാക്ഷിയായിരുന്നു. മൃഗശാലയിൽ നിന്ന് ആവിക്കപ്പൽ തുറമുഖം വരെ പെട്ടിയിലാക്കി കുതിരകൾ വലിച്ചെത്തിക്കാനായിരുന്നു പദ്ധതി. അതനുസരിച്ച് സ്കോട്ട് അവന്റെ ഒപ്പം മനസ്സില്ലാ മനസ്സോടെ നീങ്ങി. തുറമുഖം എത്തിയില്ല. അവനെന്തോ അപകടം മണത്തു. തിരിഞ്ഞു നിന്ന് തടികൂട് ജംബോ ചവിട്ടി തകർത്തു. ശേഷം ഒരു വശത്തേക്ക് ചെരിഞ്ഞു വീണു. അവിടെ തന്നെയായി അവന്റെ കിടപ്പ്. ബാർണം ആളുകളെയും കുതിരകളെയും ഉപയോഗിച്ച് അവനെ കപ്പലിലേക്ക് നീക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു. ഇഴയെടുക്കാത്ത അവന്റെ വീര്യത്തിനൊപ്പം ആ വൻ ജനാവലിയിൽ ആരവങ്ങൾ ഉയർന്നു. അവനെ വെറുതെ വിടൂ, ജനക്കൂട്ടം ശബ്ദമുയർത്തി. ഒടുവിൽ ബാർണം തോറ്റ് പിന്മാറി ജംബോയെ തിരികെ മൃഗശാലയിലേക്ക് എത്തിക്കാൻ നിർദ്ദേശങ്ങൾ നൽകി. ഇതൊക്കെ കണ്ട് സ്കോട്ട് ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. ആരിലും കൗശലക്കാരനായ ബാർണം പുതിയ കരുക്കൾ നീക്കിയിരുന്നു. സ്കോട്ട് എന്ന മനുഷ്യനില്ലാതെ ജംബോ വരില്ല. അധികൃതരെ വലവീശി അയാളെ കൂടി അമേരിക്കയിൽ അവന്റെ ഒപ്പം കടത്താൻ അയാൾ അവരെ നിർബന്ധിച്ചു. അങ്ങനെ വിഷമത്തോടെ സ്കോട്ട് നിലയുറപ്പിച്ചു. ആവിക്കപ്പലിൽ ഗജരാജനൊപ്പം അയാളെയും അമേരിക്കയിൽ എത്തിച്ചു. അസീറിയൻ കപ്പലായ മൊണാർക്ക് അവനെ വഹിച്ച് ന്യൂയോർക്ക് തുറമുഖത്തെത്തി. അതേസമയം അവിടെയും ജംബോയുടെ പ്രശസ്തി വ്യാപിച്ചതിനാൽ ആളുകൾ ആവേശഭരിതരായിരുന്നു. തുടർന്ന് സർക്കസ് കൂടാരത്തിൽ ജനങ്ങൾ തടിച്ചുകൂടി. ദ ഗ്രേറ്റ് ജംബോ സർക്കസ് എന്ന് കേട്ടിട്ടില്ലേ? ഈ പേരിന്റെ തുടക്കം അവിടെ നിന്നാണ്. വൻതുക പരസ്യത്തിന് മുടക്കി ബാർണം അവനെ ഉപയോഗിച്ച് കാശ് വാരി. എല്ലാ മുൻ റെക്കോർഡും തകർക്കുന്ന വരുമാനമായിരുന്നു അത്. ആളുകളെ ഇളക്കിമറിച്ച അവന്റെ സവാരിയും ചില നമ്പറുകളും വിദേശത്ത് വരെ അവന് ആരാധകരുണ്ടാക്കി. എല്ലാത്തിനും കൂടെ സ്കോട്ടുമുണ്ട്. 1885 സർക്കസ് കാനഡയിലെത്തി. പതിവ് പോലെ പരിപാടി കഴിഞ്ഞ് രാത്രിയിൽ തന്നെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ്. ജംബോയെ സ്കോട്ട് ട്രെയിനിലേക്ക് നയിച്ചു. മുന്നിൽ വേറെ 2 ആനകളുമുണ്ട്. ഒരു പാളം കടന്ന് വേണം അതിലേക്ക് കയറാൻ. പെട്ടെന്നാണ് അയാൾ ശ്രദ്ധിച്ചത്. ഒരു ഗുഡ്സ് വണ്ടി അതിലൂടെ ചിഹ്നം വിളിച്ച് പാഞ്ഞു വരുന്നു. നിമിഷങ്ങൾക്കകം മുന്നിൽ പോകുന്ന ആനകളെ ഇടിച്ചു വീഴ്ത്തി അത് ജംബോയുടെ കൂറ്റൻ ശരീരത്തിൽ കനത്ത പ്രഹരമേൽപ്പിച്ചു. കുറച്ചു ദൂരം ഇഴഞ്ഞു നീങ്ങിയ അവന്റെ ശരീരം എഞ്ചിനും വാഗണിനും ഇടയിലായിപ്പോയി. സ്കോട്ട് അലറി വിളിച്ച് അവന്റെ അടുത്തെത്തിയപ്പോൾ അല്പം ശ്വാസോച്ഛ്വാസം മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത്. അവസാനമായി ആ തുമ്പിക്കൈ കൊണ്ട് സ്കോട്ടിനെ ഒന്ന് തലോടിയ ശേഷം അവൻ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു. ആ സ്ഥലത്ത് നിന്ന് ആ വമ്പൻ ശരീരം നീക്കാൻ കഠിന പ്രയത്നം തന്നെ വേണ്ടി വന്നു. മണിക്കൂറുകൾക്കുള്ളിൽ അവന്റെ ശരീരം സ്റ്റഫ് ചെയ്യാൻ ബാർണം നിർദ്ദേശവും നൽകി. ജംബോയുടെ വയറിൽ നിന്നും ലഭിച്ച സാധനങ്ങൾ ആരെയും ഞെട്ടിച്ചു. 100 കണക്കിന് നാണയങ്ങളും താക്കോലുകളും പോലീസിന്റെ വിസിലുകളും അങ്ങനെ മരണശേഷവും അവന്റെ സ്റ്റഫ് ചെയ്ത ശരീരം പ്രദർശിപ്പിച്ച് ബാർണം പിന്നെയും ലാഭമുണ്ടാക്കി. എന്നാൽ 20 വർഷത്തോളം തന്റെ കൂടെയുണ്ടായിരുന്ന ജംബോ ഇല്ലാത്തൊരു സൂര്യോദയം കാണാൻ സ്കോട്ട് പിന്നെ അവിടെ നിന്നില്ല. ലണ്ടനിലേക്ക് കപ്പൽ കയറിയ അയാളെ പിന്നീട് ആരും കണ്ടിട്ടില്ല. 3 ഭൂഖണ്ഡത്തെ അമ്പരപ്പിന്റെ കൊടുമുടിയിൽ എത്തിച്ച ജംബോയുടെ സ്റ്റഫ് ചെയ്ത ശരീരം പിൽക്കാലത്തുണ്ടായൊരു അഗ്നിബാധയിൽ നശിച്ചു പോയെങ്കിലും അവന്റെ പ്രതിമകൾ ന്യൂജേഴ്സിയിലും കാനഡയിലുമൊക്കെ ഇന്നും തലയുയർത്തി നിൽപ്പുണ്ട്. അപ്പോൾ ജംബോയെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.